ഇത് വളരെയേറെ അനുഗ്രഹീതമായിട്ടുള്ളൊരു മുഹൂർത്തമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. അത് വെറുതെ പറയുന്നതല്ല. സിൽവർ ഹിൽസിൻ്റെ ആതിഥേയത്വം, മധുരകരമായിട്ടുള്ള ആതിഥേയത്വം, വളരെ ഹൃദ്യമായിട്ടുള്ള ആതിഥേയത്വം പലവട്ടം ആസ്വദിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇവിടെ ഞാൻ വന്നിട്ടുണ്ട്. ഇവിടെയുള്ള പലരെയും എനിക്കറിയാം. പ്രത്യേകിച്ചും ജോണച്ചൻ, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അത്രയും വിശിഷ്ടമായിട്ടുള്ള വിനയാന്വിതമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ പെരുമാറ്റം, എഴുത്തുകാരെയും കലാകാരന്മാരെയും അത്രയേറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വം, അത്യപൂർവമായിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ സിൽവർ ഹില്ലിൻ്റെ ഈ ഒരു ആതിഥേയത്വം, ഇവിടേക്ക് വരുവാനായിട്ടുള്ള എനിക്ക് വളരെയേറെ എന്നെ ആവേശം കൊള്ളിക്കുകയും കോരിത്തെരിപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഈ ദിവസത്തിന് വളരെയേറെ പ്രത്യേകതയുണ്ട്. സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിൻ്റെ ഘട്ടത്തിലാണ് നമ്മൾ. ഈ വിദ്യാലയത്തിൻ്റെ വെള്ളി നക്ഷത്രം ഒരു സ്വർണ്ണ നക്ഷത്രമായിട്ട് മാറുകയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയും മനോഹരമായ, ഇത്രയും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, വിദ്യാർത്ഥികളുടെ സർഗാത്മകതയെ അത്രമാത്രം ഉണർത്തിക്കൊണ്ടിരിക്കുന്ന, അതിനെ ആദരിക്കുന്ന, അതിന് പ്രകാശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാലയമാണിത്. ഭാവന കൊണ്ടും കവിതകൾ കൊണ്ടും പൂരിപ്പിക്കേണ്ട ഇടങ്ങൾ ഓരോ വിദ്യാലയത്തിലും ഉണ്ടായിരിക്കണം. പലപ്പോഴും സിലബസിൻ്റെ ഉള്ളിലാണ് നമ്മുടെ വിദ്യാലയങ്ങൾ ക്രമീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മറിച്ച് അതിനപ്പുറത്തുള്ള ഒരുപാട് ഭാവനകളുണ്ട്, സർഗാത്മക നിമിഷങ്ങളുണ്ട്. ഓരോ വിദ്യാർത്ഥിയുടെയും അത്തരത്തിലുള്ളതായ സാഹസികമായിട്ടുള്ള ചിന്തകളുണ്ട്. ഇതിനെല്ലാം സമാഹരിച്ചുകൊണ്ട്, അതിനെല്ലാം ആദരിച്ചുകൊണ്ട്, അതിനുള്ള പ്രകാശനങ്ങൾ കൊടുക്കാനായിട്ടുള്ള ഒരു സന്ദർഭം ഒരുക്കി കൊടുക്കുവാനായിട്ട് ഈ വിദ്യാലയത്തിന് ധാരാളമായിട്ട് കഴിയുന്നുണ്ടെന്ന് എനിക്കറിയാം. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ ഒരു നോവൽ പ്രകാശനം ചെയ്യപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കി. ഇങ്ങനെ പല പ്രവർത്തികളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ സ്വാഭാവികതയിൽ നടക്കുന്നതാണ്. അസാധാരണത്വം എന്ന് തോന്നാത്ത മട്ടിൽ, നൈസർഗികതകൾ കൊണ്ട് വളരെ സാധാരണ മട്ടിൽ വളരെ വളരെ പ്രധാനപ്പെട്ട മൗലികമായിട്ടുള്ള അനേകം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സർഗാത്മക സുഗന്ധമുള്ള ഒരു വിദ്യാലയമാണിത് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ഏറെ കാലം ഒരു കലാലയത്തിലെ അധ്യാപകനായിരുന്നു. ഒരു വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളമുള്ള അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഞാൻ സ്വരൂപിച്ചിട്ടുണ്ട്. അധ്യാപനം, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ഹൃദയ ശുശ്രൂഷയാണെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. മസ്തിഷ്കത്തിലേക്കുള്ള വഴി ഹൃദയത്തിലൂടെയാണ്. നമുക്കൊരുപാട് ചിന്തകൾ, ഒരുപാട് ആശയങ്ങൾ, ഒരുപാട് പാണ്ഡിത്യങ്ങൾ ഒക്കെ തന്നെ നമുക്കുണ്ട്. അതെല്ലാം മസ്തിഷ്കത്തിലൂടെയാണ് വരുന്നത്. ഈ മസ്തിഷ്കത്തെ ഹൃദയം കൊണ്ട് പൂരിപ്പിച്ചെങ്കിൽ മാത്രമേ അത് സർഗാത്മകമായിട്ട് മാറുകയുള്ളൂ എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ അതങ്ങനെ വരണ്ട് കിടക്കും. അതിന് ഹൃദയത്തിൻ്റേതായിട്ടുള്ള ഒരു സ്പർശം കിട്ടുമ്പോഴാണ് അതിന് വലിയ ഉണർവുകളും പുഷ്പിക്കലുകളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതൊരു വിദ്യാലയവും മറ്റ് ഡിജിറ്റൽ ലെവലിലൊക്കെ തന്നെ വളരെയേറെ സ്മാർട്ടായി കഴിഞ്ഞാലും അതിനുള്ളിൽ നടക്കേണ്ട സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പാരസ്പര്യത്തിൻ്റെതുമായിട്ടുള്ള മറ്റൊരു തലമില്ല എങ്കിൽ അതെല്ലാം തന്നെ വൃഥാവിലായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആത്യന്തികമായിട്ട് ഒരു വിദ്യാലയത്തെ സൗന്ദര്യമുള്ളതാക്കി മാറ്റുന്നത് അതിനകത്തുള്ള വൈകാരിക ഘടകങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുണ്ടാക്കുന്നതാകട്ടെ സർഗാത്മകമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടാണ്. അനേക തരത്തിലായ സർഗാത്മകതകളുണ്ട്. അതിലൂടെയുള്ള ഒരു സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിദ്യാലയത്തിന് ഈ ഗോൾഡൻ ജൂബിലി വർഷത്തിൽ ഞാൻ എൻ്റെ എല്ലാവിധത്തിലുള്ളതായ ആശംസകളും നേരുകയാണ്. ഇവിടെ ഇന്ന് എനിക്ക് സംസാരിക്കാൻ കിട്ടിയിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും ആദരണീയനായിട്ടുള്ള വിശുദ്ധ ചാവറയച്ചനെക്കുറിച്ചാണ്. വിശുദ്ധ ചാവറയച്ചൻ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സമൂഹത്തെ രൂപപ്പെടുത്തിയത് എന്നറിയാനായിട്ട് നമ്മൾ കുറേയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലാണ്, 1805 അദ്ദേഹം ജനിക്കുന്നത്. ആ നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ ജനിച്ച് ആ നൂറ്റാണ്ടിൻ്റെ 1871 മരിച്ച വെറും 65 വർഷങ്ങൾ മാത്രം ആയുസ്സുള്ള ഒരു വ്യക്തിയാണ് ചാവറയച്ചൻ. ഈ 65 വർഷം കൊണ്ട് അദ്ദേഹം ചെയ്തിട്ടുള്ളതായ അത്ഭുതങ്ങൾ നമ്മളെ അമ്പരപ്പിക്കും. അവിശ്വസനീയമായ രീതിയിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഈ വർഷങ്ങൾ കൊണ്ട് ചെയ്തത്. എന്നാൽ അദ്ദേഹത്തിന് കിട്ടിയ ആ ഒരു നൂറ്റാണ്ട് എന്ന് പറയുന്നത് ഏറ്റവും ഇരുണ്ട നൂറ്റാണ്ടാണ്. എല്ലാ രീതിയിലും
പട്ടിണിയുടെയും നിരക്ഷരതയുടെയും അനാചാരങ്ങളുടെയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള അത്തരം കെട്ടുപാടുകളുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം അതിനെയൊക്കെ ഇത്രയും പ്രകാശഭരിതമാക്കിക്കൊണ്ട് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തത്. ലോകത്തിൽ അനേകം അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. മഹാത്മാക്കൾ വലിയ അത്ഭുതങ്ങളാണെന്ന് നമുക്കറിയാം. മനുഷ്യൻ ആണ് ഏറ്റവും വലിയ അത്ഭുതം. മനുഷ്യനാണ് ഏറ്റവും വലിയ അത്ഭുത ശില്പം എന്ന് മൈക്കൽ ആഞ്ചലോയും സോഫോക്ലിസുമൊക്കെ അനേകം കവികളുമൊക്കെ തന്നെ പറയുകയുണ്ടായിട്ടുണ്ട്. ചാവറയച്ചനും അതുപോലെയുള്ള ഒരു അത്ഭുത പുരുഷനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു അത്ഭുത പുരുഷനാണ്. ഇത്രയും കാലം കൊണ്ട് ഇത്രയധികം പ്രവർത്തനങ്ങൾ, ഇത്രയും കർമ്മമണ്ഡലങ്ങളിലേക്ക് അദ്ദേഹം ചങ്കൂറ്റത്തോടുകൂടി ഇറങ്ങി മൗലികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. എത്രയോ വൈവിധ്യമാർന്ന കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹം ചെയ്തത്. ഇവിടെ ഇല്ലാതിരുന്ന, ഈ ഭൂമി ഇല്ലാതിരുന്ന ഓരോരോ സംഭവങ്ങൾ അദ്ദേഹം ഉണർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. പൂർവ്വ മാതൃകകളൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹം ചെയ്ത എല്ലാ പ്രവർത്തികളും പുതിയതായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. നേരത്തെയുള്ള മാതൃകകളെ അനുകരിക്കുകയോ അതിൻ്റെ തുടർച്ചയുണ്ടാക്കുകയോ അല്ല ചാവറയച്ചൻ ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം എല്ലാം പുതുതായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അത് വലിയൊരു അത്ഭുതമാണ്. ഏതൊരു മഹാത്മാവിനെ സംബന്ധിച്ചിടത്തോളവും അയാൾക്ക് കടന്നു പോകുവാനുള്ള ഒരു മണലാരണ്യമുണ്ട് എന്ന് നമുക്കറിയാം. ഒരു മണലാരണ്യമുണ്ട്. വളരെയേറെ ക്ലേശകരമായിട്ടുള്ള ഒരു യാത്ര മണലാരണ്യത്തിലൂടെ സഞ്ചരിച്ച് കടന്നു പോയിക്കൊണ്ടാണ് ഒരു മഹാത്മാവ് മുന്നോട്ട് പോകുന്നത്. അയാളുടെ ജീവിതത്തിൻ്റെ മഹത്വം അവിടെയാണ് നിശ്ചയിക്കപ്പെടുന്നത്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം പലസ്തീനയാണ് ആ മണലാരണ്യം. നബിയെ സംബന്ധിച്ചിടത്തോളം അറേബ്യയാണ് മണലാരണ്യം. ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഗ്രാമങ്ങളാണ് ആ മണലാരണ്യം. ചാവറയച്ചനെ സംബന്ധിച്ചിടത്തോളം 19-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഏറ്റവും ദുഷ്കരമായിട്ടുള്ളൊരു കാലം, എല്ലാ രീതിയിലും ദുഷ്കരമായിട്ടുള്ളൊരു കാലമാണ്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നേരത്തെ പറഞ്ഞ പോലെയുള്ള എല്ലാ കാര്യങ്ങളുടെ ഉള്ളിൽ ജാതിപരമായിട്ടുള്ള വിവേചനങ്ങളും വിഭജനങ്ങളും ഒക്കെ നടക്കുന്ന ഏറ്റവും ഇരുണ്ട ഒരു കാലഘട്ടം. അതൊരു മണലാരണ്യമാണ്. ആ മണലാരണ്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ട് അത്ഭുതങ്ങൾ വിരിയിക്കുവാനായിട്ട് ചാവറയച്ചന് സാധിച്ചു. അത് നമുക്ക് വലിയൊരു പ്രചോദനമാകുന്നുണ്ട്. നമ്മളൊരാളെ ഓർക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യരായിട്ട് മാറുന്നത് എന്ന് നമുക്കറിയാം. നമ്മൾ മനുഷ്യരാകുന്നത് ഓർമ്മയിലൂടെയാണ്. പലതരത്തിലുള്ള ഓർമ്മകളുണ്ട്. ഈ ഓർമ്മകൾ നമ്മളെ മനുഷ്യരാക്കി മാറ്റുന്നു. മറവി നമ്മളെ മരണത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്ന് പറയും. അപ്പോൾ അങ്ങനെ ചാവറയച്ചനെക്കുറിച്ചുള്ള ഓർമ്മകൾ അത് നിത്യപ്രചോദനമാണ്. അദ്ദേഹം ഒരു യുഗപ്രഭാവനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം അത്രമാത്രം ഒരു കർമ്മയോഗിയായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇതൊക്കെ ഇങ്ങനെ വിശേഷണങ്ങൾ എത്ര വേണമെങ്കിലും കൂട്ടിക്കൂട്ടി പറയാവുന്ന രീതിയിലുള്ള വളരെ വിശിഷ്ടമായിട്ടുള്ളൊരു വ്യക്തിത്വമാണ് ചാവറയച്ചൻ്റേത് നമുക്കറിയാം. എന്താണ് അദ്ദേഹം ഈ കാലത്ത് ചെയ്തത് എന്നുള്ളത് നമുക്ക് തൊട്ട് കാണിക്കാൻ കഴിയും. ചാവറയച്ചനെ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ വായന അവസാനിക്കുകയില്ല. അത്രയധികം കാര്യങ്ങളെ കൊണ്ടാണ് ആ ജീവിതം വൈവിധ്യപൂർണ്ണമായിട്ട് നിലനിൽക്കുന്നത്. അതിന് ചെറിയ ചില സൂചനകൾ മാത്രമേ നമുക്ക് ഈ വായനയിലൂടെ നമുക്ക് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. എൻ്റെ പിന്നിലിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ശില്പമുണ്ട്. അത് കടലാസിൽ അക്ഷരങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ശില്പമാണ്. എന്നെ വളരെയേറെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണത്. ചാവറയച്ചൻ്റെ ഏറ്റവും മഹത്തായിട്ടുള്ളൊരു വാക്യമുണ്ട്. കടലാസ് മരിക്കുന്നില്ല, അക്ഷരങ്ങൾ മരിക്കുന്നില്ല. ചാവരുൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനകത്താണ് അദ്ദേഹം ഈ വാക്യം പറയുന്നത്. എന്തുമാത്രം ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം, എഴുത്തുകാരനെ മാത്രമല്ല എല്ലാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ വാക്യം നമ്മളെ അത്രമാത്രം ആത്മവിശ്വാസം കൊടുക്കുന്നൊരു കാര്യമാണ്. അതായത് ഈ അക്ഷരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഴുത്ത് എന്ന് പറയുന്നത് കടലാസ് അവസാനിക്കുന്നില്ല എന്നാണ് പറയുന്നത്. കടലാസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ശില്പമാണ് അവിടെ ഇരിക്കുന്നത്. കടലാസ് നശിക്കുന്നില്ല എന്നുള്ളൊരു വാചകം ഒരാൾക്ക് പറയണമെങ്കിൽ അതിന് അസാധാരണമായിട്ടുള്ളൊരു ഉൾക്കാഴ്ചയുണ്ടാകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ എഴുത്തിനെക്കുറിച്ച്, സാഹിത്യത്തെക്കുറിച്ച്, ഭാഷയെക്കുറിച്ചുള്ള അത്യധികമായിട്ടുള്ള ആത്മവിശ്വാസമുള്ള ഒരാൾക്ക് മാത്രമേ കടലാസ് മരിക്കുന്നില്ല എന്നുള്ളൊരു മഹാവാക്യം പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അദ്ദേഹം ഒരു എഴുത്തുകാരനായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എഴുത്തുകാരനേക്കാൾ കൂടുതലായിട്ട്, കവിത്വത്തെക്കാൾ കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോയി. കാരണം ആധുനിക കേരളത്തെ തന്നെ സൃഷ്ടിച്ചെടുത്തത് ചാവറയച്ചനാണ്. കേരളത്തിൻ്റെ ആധുനികതയുടെ ശില്പി എന്ന് നമുക്ക് ചാവറയച്ചനെ കുറിച്ച് പറയാൻ സാധിക്കും. അവിടെ നിന്നാണ് അത് തുടങ്ങുന്നത്. നമ്മുടെ നവോത്ഥാന കേരളത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ചാവറയച്ചനിലൂടെയാണ്. പൊതുവേ നമ്മൾ പറഞ്ഞു വയ്ക്കാറുള്ള ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, വാഗ്ഭടാനന്ദൻ, വി ടി ഭട്ടതിരിപ്പാട്, ഇങ്ങനെയുള്ളതായ നവോത്ഥാന ശില്പികളെക്കുറിച്ചൊക്കെ നമുക്കറിയാം.
വലിയ സംഭാവനകൾ ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. ഈ വലിയ മനുഷ്യന്മാർ ജനിക്കുന്നതിനും ഏതാണ്ട് ഒരു അരനൂറ്റാണ്ട് മുമ്പ് കേരളത്തിൽ ജീവിച്ച ആളാണ് ചാവറയച്ചൻ. അപ്പോൾ ഈ മറ്റെല്ലാ നവോത്ഥാന ശില്പികൾക്കും അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഉഴുതുമറിക്കാനായിട്ടുള്ള ഫോർഗ്രൗണ്ടിങ് ചെയ്യുകയായിരുന്നു ചാവറയച്ചൻ ചെയ്തതെന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടാണ് നാരായണ ഗുരുവും മറ്റെല്ലാ നവോത്ഥാന ശില്പികളും പ്രവർത്തിച്ചതെന്നുള്ളത് എന്ന് പറയുമ്പോൾ നമുക്ക് എത്രമാത്രം അഭിമാനമാണ് ഉണ്ടാകുക എന്ന് നമുക്കറിയാം. പക്ഷേ പൊതുവേ നമ്മുടെ മുഖ്യധാര ചരിത്രകാരന്മാരും മറ്റെല്ലാവരും തന്നെ ചാവറയച്ചൻ്റെ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഈ ഒരു വലിയ പ്രാധാന്യത്തെ വിട്ടുകളയാറുണ്ട്, അവഗണിക്കാറുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷേ ഈയിടെ മാത്രം അദ്ദേഹം വിശുദ്ധ പദവിയിലേക്ക് എത്തുന്നതോട് കൂടിയിട്ട് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മൂല്യം എന്താണ് എന്ന് തൊട്ട് കാണിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. കാരണം ഒരു സമൂഹത്തിൻ്റെ വളർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അവിടുത്തെ വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം നമുക്കിവിടെ പറഞ്ഞതുപോലെ തന്നെ അത് വിമോചനത്തിനുള്ള, പരിവർത്തനത്തിനുള്ള ഒരു മാധ്യമമാണ്. ലോകത്തെ പരിവർത്തനപ്പെടുത്തുന്ന, വ്യക്തികളെ പരിവർത്തനപ്പെടുത്തുന്ന, വിമോചിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം. അത്തരമൊരു വിദ്യാഭ്യാസത്തിൽ തൊടുമ്പോൾ മാത്രമാണ് ആ സമൂഹത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ചലനത്തിൽ നമുക്ക് തൊടുവാനായിട്ട് സാധിക്കുന്നത്. അതാണ് ചാവറയച്ചൻ ചെയ്തു തുടങ്ങിയത് നമുക്കറിയാം. പള്ളിക്കൊപ്പം പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നൊരു സങ്കല്പം, അത് 200 വർഷങ്ങൾക്ക് മുമ്പാണ് ഇക്കാര്യങ്ങളെല്ലാം ചെയ്തതെന്ന് നമ്മൾ വളരെ ശ്രദ്ധിച്ച് അറിയേണ്ട ഒരു കാര്യമാണ്. 200 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിലുള്ള മഹാവാക്യങ്ങളും മഹാപ്രസ്ഥാനങ്ങൾക്കുള്ള വിത്തുകളും അദ്ദേഹം ഇവിടെ വിതയ്ക്കുന്നത്. പള്ളികൾക്കൊപ്പം പള്ളിക്കൂടം ഉണ്ടാകണം. പള്ളിക്കൂടം എന്ന് പറയുന്ന ഒരു യുഗ്മഭാവന, പള്ളിയും കൂടവും പള്ളിയും വിദ്യാലയവും ഇത് തമ്മിൽ ചേർത്ത് വയ്ക്കുന്ന ആ ഒരു ഭാവന അതിഗംഭീരമായിട്ടുള്ളൊരു ഭാവനയാണ്. പള്ളിക്കൂടങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ആ പള്ളി അടച്ചുപൂട്ടുകയാണ് വേണ്ടത് എന്ന് അതിധീരമായ രീതിയിൽ, നിശിതമായ രീതിയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ചാവറയച്ചൻ. പള്ളിക്കൂടമില്ലാത്തൊരു പള്ളി ഉണ്ടാകാൻ പാടില്ല. പള്ളിക്കൂടമില്ലാത്ത പള്ളി ശരിക്ക് പറഞ്ഞാൽ അത് അപൂർണമായിട്ടുള്ളൊരു കാര്യം മാത്രമാണ്. അപ്പം അങ്ങനെയുള്ള ധീരമായ വിധത്തിൽ പള്ളിക്കൂടത്തെ, അറിവിനെ, വിജ്ഞാനത്തെ, വിദ്യാഭ്യാസത്തെ ഈ പള്ളിയുമായിട്ട്, ആത്മീയതയുമായിട്ട് കൂട്ടിത്തൊടുവിപ്പിക്കാനായിട്ടുള്ള വലിയൊരു ശ്രമം അദ്ദേഹം നടത്തി. പലയിടത്തും അദ്ദേഹം അങ്ങനെ പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കി, വിദ്യാലയങ്ങൾ ഉണ്ടാക്കി. ഈ വിദ്യാലയങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ആ കാലഘട്ടത്തിൽ ഏതെങ്കിലും പ്രത്യേക സവർണ ജാതികൾക്ക് മാത്രം പങ്കുകൊള്ളാവുന്ന ഒരു വേദിയാണത്. പക്ഷേ ഇവിടെ ജാതികൾക്കും മതങ്ങൾക്കും വർണ്ണങ്ങൾക്കും അതീതമായി, അതിനും അപ്പുറത്ത് നിന്നുകൊണ്ട് എല്ലാവരെയും ഈ വിദ്യാലയത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അക്കാലത്ത് അദ്ദേഹം ഒരു സംസ്കൃത വിദ്യാലയം മാന്നാനത്ത് ആരംഭിക്കുന്നു. അത് ഭാരതത്തിലെ ആദ്യത്തെ സംസ്കൃത വിദ്യാലയമാണത്. ആ വിദ്യാലയത്തിൽ പഠിക്കുവാനായിട്ട് എല്ലാ വിധത്തിലുള്ളതായ വർണ്ണവ്യത്യാസങ്ങളും ജാതി വ്യത്യാസങ്ങളും ഇല്ലാത്ത കുട്ടികളെ കൊണ്ടുവരുന്നു. പലരും വളരെയേറെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്. അവർക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കുന്നു. അങ്ങനെ വിദ്യാഭ്യാസത്തെ എത്രത്തോളം പ്രോത്സാഹിപ്പിക്കാമോ ആ രീതിയിലുള്ളതായ ഗംഭീരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചാവറയച്ചൻ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെക്കുറിച്ച് മാത്രം തന്നെ നമുക്ക് നിറയെ കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും. ഒരു വിദ്യാലയത്തിനകത്ത് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അതിൻ്റെ ക്ലാസ് മുറി എങ്ങനെയാണ് ശുചിത്വമുള്ളതാകേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള മനോഹര സങ്കല്പങ്ങൾ നമുക്ക് അദ്ദേഹത്തിൽ കാണാൻ സാധിക്കും. അറിവിനോടൊപ്പം തന്നെ വളർന്നു വരേണ്ട മറ്റൊന്ന് അച്ചടിയാണ്. ഒരു അച്ചടി വിപ്ലവം തന്നെ ചാവറയച്ചൻ നടത്തിയതായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം. അച്ചുകൂടങ്ങൾ ഉണ്ടാക്കുന്നു, അച്ചുകൂടങ്ങളിൽ അച്ചുകൾ ഉണ്ടാക്കുന്നു, അച്ചുകൾ ഉണ്ടാക്കിയിട്ട് അച്ചുകൂടങ്ങൾ. അത് എളുപ്പമുള്ളൊരു കാര്യമല്ല. അതിനു മുമ്പ് ബേലിയും ഗുണ്ടട്ടുമൊക്കെ ചെറിയ ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു വിപുലമായി അതിന് ജനകീയമായിട്ടുള്ളൊരു വ്യാപനം കൊടുത്തുകൊണ്ട് അച്ചടിശാലകൾ ഉണ്ടാക്കാനായിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടത്തി. ഈ അച്ചടിശാല ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള തീവ്ര പരിശ്രമങ്ങൾ, അതിനെക്കുറിച്ച് തന്നെ നമുക്ക് ധാരാളം സംസാരിക്കാനുണ്ട്. കാരണം ഓരോ പ്രദേശത്തും ചെന്ന് അത് മനസ്സിലാക്കുക, ടെക്നോളജി മനസ്സിലാക്കുക, പ്രിൻ്റ് ഹിസ്റ്ററിയെക്കുറിച്ചുള്ള മനസ്സിലാക്കലുകളൊക്കെ തന്നെ അദ്ദേഹം നടത്തിയിട്ടാണ് അച്ചുകൂടങ്ങൾ അദ്ദേഹം ഉണ്ടാക്കുന്നത്. അതും ഇതൊരു പൈനിയറിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ അച്ചുകൂടങ്ങളിലൂടെ വിദ്യാലയങ്ങളിലൂടെയൊക്കെ തന്നെയുള്ളതായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, ഈ അച്ചുകൂടങ്ങൾ ഉണ്ടാക്കിയിട്ട് മാന്നാനത്ത് സെൻറ്റ് ജോസഫ്സ് മറ്റേ അച്ചുകൂടത്തിലാണ് നസ്രാണി ദീപിക ആദ്യമായിട്ട് അച്ചടിക്കുന്നത്, ദീപിക പത്രം അച്ചടിക്കുന്നത്. നമുക്കറിയാം ഈ ദീപിക പത്രവും നസ്രാണി ദീപികയും ഒക്കെ തന്നെ കേരളത്തിൻ്റെ മാധ്യമ ചരിത്രത്തിൻ്റെ വളരെ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ അത്രയും വിശിഷ്ടമായിട്ടൊരു മാധ്യമ
വ്യക്തിത്വമാണ് ചാവറയച്ചൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിന് തുടർച്ചയായിട്ട് അദ്ദേഹം ചെയ്ത പല പല കാര്യങ്ങളുണ്ട്. അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ കോരിത്തെരിപ്പിക്കുന്ന കാര്യം. അദ്ദേഹം ഒരു ഉപവിശാല ഉണ്ടാക്കി എന്നുള്ളതാണ്. ഒരു ഉപവിശാല, അങ്ങനെ ഒരു വാക്ക് തന്നെ നമ്മളധികം കേട്ടിട്ടില്ല. ഹൗസ് ഓഫ് ലവ് എന്നാണ് അതിന് കൊടുക്കുന്ന അർത്ഥം. അത് വൃദ്ധന്മാർക്കും രോഗികൾക്കും അവരെ പരിചരിക്കാൻ വേണ്ടിയിട്ട്, അവരെ സാന്ത്വനപ്പെടുത്താൻ വേണ്ടിയിട്ട്, അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവരെ പരിചരിക്കാനൊക്കെ വേണ്ടിയിട്ടുണ്ടാക്കിയ ഉപവിശാലകൾ അദ്ദേഹം ഉണ്ടാക്കി. അതിന്ന് കാണുന്ന പാലിയേറ്റീവ് കെയർ സെൻ്ററിൻ്റെ തുല്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നതെല്ലാം വളരുന്നുണ്ട്. അന്ന് അക്കാലത്ത് ചാവറയച്ചൻ ചെയ്തിരുന്ന ആ പ്രവൃത്തികളൊക്കെ തന്നെ കുറച്ചുകൂടി വിപുലമായ രീതിയിലാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ പ്രവൃത്തിയും ഈ പാലിയേറ്റീവ് കെയർ നമുക്കറിയാം, സാന്ത്വനത്തിൻ്റേതായിട്ടുള്ള അത്തരം ഒരു മേഖല മെഡിക്കൽ രംഗത്തൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടക്കമിടുന്നത് ഉപവിശാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിലൂടെയാണ്. അതേപോലെ തന്നെ ഗ്രന്ഥശാല പ്രസ്ഥാനം നമുക്കറിയാം, കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് ഗ്രന്ഥശാല പ്രസ്ഥാനം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ഗ്രന്ഥശാല 200 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. കാരണം അന്ന് പുസ്തകങ്ങൾ തന്നെ ഇല്ല. അന്ന് അച്ചടിക്ക് മുമ്പേ കയ്യെഴുത്ത് മാനുസ്ക്രിപ്റ്റുകളിലൂടെയാണ് പുസ്തകങ്ങൾ മറ്റുള്ളവർക്കൊക്കെ വിനിമയം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ പുസ്തകങ്ങളെല്ലാം ശേഖരിച്ച് ഒരു മുറിയിൽ ശേഖരിച്ച് വെച്ചിട്ട് ആർക്ക് വേണമെങ്കിലും അവിടെ ഇരുന്നത് വായിക്കാം, അത് എടുത്തുകൊണ്ട് പോയി വായിക്കാം എന്ന് പറയുന്ന ഒരു സങ്കല്പം, അതൊരു ഗ്രന്ഥശാലയുടെ സങ്കല്പമാണ്. അത് അദ്ദേഹം അവിടെ ആരംഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓരോന്നും എടുത്താൽ അത്രയേറെ കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം സെമിനാരി അതിനേക്കാൾ വിശിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ വേറെയുണ്ട്. ഏതിനാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എല്ലാം അത്രമാത്രം ആ കാലഘട്ടത്തിന് അത്രയും പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. തദ്ദേശീയമായിട്ടുള്ള സന്യാസി സമൂഹം ഉണ്ടാക്കി എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഒരു സന്യാസി സമൂഹത്തെ പുതുതായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ CMI സഭയുണ്ടാകുന്നു, അതിൻ്റെ പ്രവർത്തനങ്ങളെ മുഴുവൻ ക്രോഡീകരിക്കുന്നു. നാളാഗമങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ഈ പറയുന്ന കൂനമ്മാവിലെയും മാന്നാനത്തെയും സാമൂഹ്യ ജീവിതവും ചരിത്രമൊക്കെ വിവരിച്ച് എങ്ങനെയാണ് ഒരു സെമിനാരി ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കേണ്ടത്. അതുവരെ അങ്ങനെ ഒരു സന്യാസി സമൂഹം തന്നെ ഇല്ല. വേറിട്ട ഒരു സന്യാസി സമൂഹത്തെയാണ് ചാവറയച്ചൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. പലതരം സന്യാസ മാതൃകകളുണ്ട്. പക്ഷേ ചാവറയച്ചൻ ഒരു പുതിയ രീതിയിൽ അതിനെ വാർത്തെടുക്കാനായിട്ട് ശ്രമിച്ചു. മാത്രവുമല്ല, അഗതികളല്ല, അവിവാഹിതരും വിധവകളുമായിട്ടുള്ള സ്ത്രീകളെ ഒന്നിപ്പിച്ചിരുത്തിയിട്ട് അവർക്കായിട്ടൊരു സന്യാസിനി സമൂഹം ഉണ്ടാക്കി എന്നുള്ളതാണ്. ഒരു സന്യാസിനി സമൂഹം ഉണ്ടാവുകയാണ് ചെയ്തത്. ഒരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കാലമാണിത്. അത്തരമൊരു അന്ന് അത് ഉണ്ടാക്കുകയാണ്. ഒരു സ്ത്രീകളെ ഒന്നിച്ചിരുത്തുകയും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സമൂഹം ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ CMC എന്ന് പറയുന്നത് ലോകം മുഴുവനും പടർന്നു കിടക്കുന്ന ഒരു സന്യാസിനി സഭയുടെ ആരംഭത്തെക്കുറിച്ചാണ് പറയുന്നത്. 2 or 3 അവിവാഹിതരും വിധവകളുമായിട്ടുള്ള സ്ത്രീകളിൽ നിന്നത് ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, അവർക്ക് അത്തരത്തിലുള്ളൊരു പ്രവൃത്തികൾ ചെയ്യാനായിട്ട് അവർക്ക് കൈത്തൊഴിൽ ഉണ്ടാക്കി കൊടുക്കുന്നു. ആ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നു. അവർ അതിൽ നിന്ന് പണവും സമാഹരിച്ചിട്ടാണ് അത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നത്. അങ്ങനെ ഒരു ആത്മശക്തി ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുകയാണ് സന്യാസിനി സമൂഹം. ഭാരതത്തിൽ ആദ്യമായിട്ടാണ് അത്തരത്തിലുള്ളതായ സ്ത്രീകളുടേതായിട്ടുള്ളൊരു സഭ, ഒരു സന്യാസിനി സമൂഹം തന്നെ രൂപപ്പെട്ടു വരുന്നത്. നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം ഒരു അത്ഭുത മനുഷ്യനാണ് എന്ന് പറയുന്നത് ഇക്കാരണങ്ങളെ കൊണ്ട് തന്നെയാണ്. ഒന്നുമില്ലാത്തിടത്തു നിന്നാണ്, ഇല്ലായ്മയിൽ നിന്നാണ് ഇതേപോലെയുള്ളതായ ഓരോരോ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നത്. ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കർമ്മമണ്ഡലം ഇത്രമാത്രം സജീവമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആന്തരിക ജീവിതം അതിനേക്കാൾ ശക്തമാണെന്നുള്ളതാണ് കാര്യം. അദ്ദേഹം തൻ്റെ കർമ്മമണ്ഡലത്തിലൂടെ തൻ്റെ ചരിത്രത്തെ അഗാധമാക്കിയിട്ടുള്ളൊരു വ്യക്തിയാണ്. സ്വന്തം ചരിത്രത്തെ, സ്വന്തം സമൂഹത്തെ തന്നെ അഗാധമാക്കിയിട്ടുള്ള വ്യക്തി തൻ്റെ ആന്തരിക ജീവിതത്തെ, അതിനകത്തുള്ള സർഗാത്മകതയെ അദ്ദേഹം എങ്ങനെയാണ് വളർത്തിയത് എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ എഴുത്ത് ജീവിതം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. എഴുത്ത് ജീവിതം എല്ലാം തന്നെ അന്ന് അദ്ദേഹം പലതരത്തിലുള്ളതായി. അദ്ദേഹം ആദ്യമായിട്ട് മലയാള ഭാഷയിൽ ഒരു ഖണ്ഡകാവ്യം എഴുതി, ഒരു ജീവചരിത്രം എഴുതി, ഒരു ഇതിഹാസ കാവ്യം എഴുതി. ആദ്യമായിട്ടാണെന്ന് ഓർക്കണം. ഇതൊക്കെ അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ്. ഇതെല്ലാം ചെറിയ അല്ലെങ്കിൽ വെറും ഒരു പരീക്ഷണമായിട്ട് നടക്കുന്ന പ്രവൃത്തികളല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ഞാനതിനെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെ സംസാരിക്കുന്ന ഒരു വേദി അല്ലല്ലോ ഇത്. ഇപ്പോൾ ആത്മാനുതാപം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ
ഒരു ഇതിഹാസ കാവ്യം എന്ന് തന്നെ പറയാം. അത് അസാധ്യമായിട്ടുള്ള ഒരു മിസ്റ്റിക് പോയട്രിയാണ്. അമ്മ ത്രേസ്യയുടെ ആത്മീയ അനുഭൂതികളെയൊക്കെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ ആത്മാനുതാപം എഴുതുന്നത്. അതൊരു ഓട്ടോബയോഗ്രാഫിക്കലായിട്ടുള്ള ആത്മകഥാഖ്യാനത്തോട് കൂടിയിട്ടാണ്. തൻ്റെ തന്നെ ജീവിതം, തൻ്റെ ബാല്യം, തൻ്റെ അമ്മ, തൻ്റെ ഗ്രാമം, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് ദൈവമാതാവിലേക്കും യേശുവിലേക്കും അതിങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഹൃദ്യമായിട്ടുള്ള, അതായത് അനുതാപത്തിൻ്റെയും പലതരത്തിലുള്ളതായ ആന്തരിക സൗഖ്യങ്ങളുടെയും ത്യാഗങ്ങളുടെയും ഒക്കെ അംശങ്ങൾ അടങ്ങുന്ന ഗംഭീരമായിട്ടുള്ള, അതിനൊരു സമാനതകളില്ലാത്ത ഒരു ഗ്രന്ഥമാണിത്. വേണമെങ്കിൽ അതിനോട് അടുത്ത് നിൽക്കാവുന്നുണ്ടെങ്കിൽ ശ്രീനാരായണ ഗുരു എഴുതിയിട്ടുള്ള ആത്മോപദേശ ശതകം നമുക്കറിയാം. അത് ഗംഭീരമായ പുസ്തകങ്ങളായിട്ട് നമ്മൾ ആഘോഷിക്കുന്നതാണ്. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകവും ചാവറയച്ചൻ്റെ ആത്മാനുതാപം എന്ന് പറയുന്ന ഈ പുസ്തകവും ചേർത്ത് വായിക്കേണ്ട പുസ്തകങ്ങളാണ്. രണ്ടും അത്രമാത്രം മനോഹരമാണ്. ഈ രണ്ട് നവോത്ഥാന നായകന്മാരും സ്വന്തം കവിത്വം കൊണ്ടാണ് തൻ്റെ നവോത്ഥാനം രൂപപ്പെടുത്തിയെടുത്തത് നമുക്ക് കാണാൻ. സമാനതകൾ ധാരാളമുണ്ട്. നാരായണ ഗുരുവിൻ്റെ സൂക്ഷ്മ ഛായയുള്ളൊരു വ്യക്തിയാണ് അച്ഛൻ. അപ്പം അങ്ങനെ ആ തരത്തിലൊക്കെ തന്നെ ഈ എഴുത്തിൻ്റെ ലോകത്തിൽ അദ്ദേഹം ചാവറയച്ചൻ ചെയ്തിട്ടുള്ളതായ കാര്യങ്ങൾ കുറേ അധികമുണ്ട്. അദ്ദേഹത്തിൻ്റെ അനസ്താസിയയുടെ രക്തസാക്ഷിത്വം എന്ന് പറയുന്ന ഒരു ഖണ്ഡകാവ്യമുണ്ട്. അത് ഈ പറയുന്ന ആത്മാനുതാപത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഭാഷയിലും ആഖ്യാനത്തിലും എഴുതിയിട്ടുള്ളതാണ്. വളരെയേറെ സംഘർഷങ്ങൾ നിറഞ്ഞ, നാടകീയതകൾ നിറഞ്ഞ ഒരു കാവ്യമാണ് ഈ അനസ്താസിയയുടെ രക്തസാക്ഷിത്വം എന്ന് പറയുന്ന പുസ്തകം. AD 300 റോമ ചക്രവർത്തി നടത്തിയ മതപീഡനങ്ങൾക്കിടയിൽ അതിൻ്റെ ഉള്ളിൽപ്പെട്ട് തകർന്നു പോകാനിടയുള്ള ഒരു യുവസന്യാസിനി നടത്തുന്ന ചെറുത്തുനിൽപ്പിൻ്റെ ആത്മീയ പ്രതിരോധത്തിൻ്റെ കഥയാണ് ഈ അനസ്തേസ്യ എന്ന് പറയുന്ന ആ സ്ത്രീ, ആ ഒരു യുവതി നടത്തുന്ന വലിയ പോരാട്ടത്തിൻ്റെ കഥയാണ് ആ ഖണ്ഡകാവ്യത്തിൽ വിവരിക്കുന്നത്. അതൊരു അസാധാരണമായിട്ടുള്ളൊരു രചനയാണ്. ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഖണ്ഡകാവ്യം ഉണ്ടായിട്ടില്ല. പിന്നീടാണ് നമ്മൾ കുമാരനാശാൻ്റെയും മറ്റുള്ളവരുടെയൊക്കെ തന്നെ ഖണ്ഡകാവ്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. കവിതകളെ അദ്ദേഹം 102 കൃതികൾ എഴുതിയിട്ടുണ്ട്. ഇത്രയധികം കർമ്മ പരിപാടികളിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 102 രചനകൾ അദ്ദേഹം നടത്തിയെന്ന് പറയുന്നത് നമുക്കൊരു അത്ഭുതമാണത്. അവിശ്വസനീയമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. കാരണം എഴുത്ത് ജീവിതം എപ്പോഴും തന്നെ ഒരു മുറിക്കകത്ത് അടച്ചിരുന്ന് എഴുതേണ്ട, ധ്യാനത്തിലൂടെ എഴുതപ്പെടുന്ന ഒരു കാര്യമാണെങ്കിൽ ഇദ്ദേഹം നിറയെ പ്രവർത്തനങ്ങളുടെ ഉള്ളിൽ പ്രവർത്തനനിരതനായിരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഇത്തരത്തിലുള്ള രചനകൾ നടത്തിയെന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. നല്ല അപ്പൻ്റെ ചാവരുൾ എന്ന് പറയുന്ന അസാധാരണമായിട്ടുള്ള ഒരു കാവ്യമുണ്ട് അദ്ദേഹത്തിന്. ഒരു ഗദ്യമുണ്ട് ചാവരുൾ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു കുടുംബം ധാർമ്മിക ഭാവനകളോട് കൂടിയിട്ട്, ചിട്ടയോട് കൂടിയിട്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഒരു കുടുംബത്തിനകത്ത് അപ്പനും അമ്മയും കുട്ടികളും എങ്ങനെയാണ് അവരുടെ നൈതികമായിട്ടുള്ള ധാർമ്മികമായ രീതിയിൽ ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള മനോഹരമായിട്ടുള്ള സങ്കല്പങ്ങൾ അവതരിപ്പിക്കും. നമ്മൾ ഇന്ന കാലത്ത് പാരൻറ്റിങ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ വളരെ മുമ്പേ തന്നെ 200 വർഷത്തിൽ മുമ്പിൽ തന്നെ അത് ചാവറയച്ചൻ ചെയ്തു എന്നുള്ളതാണ്. ചാവരുൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിൽ എല്ലാ ദിവസവും വായിച്ചു പോകേണ്ട ഒരു പുസ്തകമാണ്. അതിനകത്താണ് അദ്ദേഹം കടലാസ് മരിക്കുന്നില്ല എന്നുള്ള മഹത്തായിട്ടുള്ളൊരു വാക്യം അദ്ദേഹം എഴുതുന്നത്. പിന്നെ അദ്ദേഹം നാടകങ്ങൾ എഴുതി, ഇടയ നാടകങ്ങൾ. അത് പള്ളികളിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നാടകങ്ങളാണ്, ചെറിയ നാടകങ്ങൾ. അത് ക്രിസ്മസ് കാലഘട്ടത്തിലെ വൈദിക പരിശീലനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം 12 ഇടയ നാടകങ്ങൾ എഴുതിയെന്നുള്ളതാണ്. ആ കാലഘട്ടത്തിൽ അങ്ങനെ നാടകങ്ങളുടെ ഒരു ചരിത്രം തന്നെയില്ല, അങ്ങനെ ഒരു സാന്നിധ്യം തന്നെയില്ല. അത്തരത്തിലുള്ളതാണ് അദ്ദേഹം ഇങ്ങനെ നാടകങ്ങൾ എഴുതുകയും അത് അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് എന്നുള്ളതാണ്. പിന്നെ ധ്യാന സല്ലാപങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മഹത്തായിട്ടുള്ള മിസ്റ്റിക് അല്ലെങ്കിൽ സ്പിരിച്വൽ എക്സസൈസ് ഉണ്ട്. അത് വല്ലാത്തൊരു പുസ്തകമാണ്. ഇങ്ങനെ ഈ സമാന്തരമായിട്ട് ഈ കർമ്മ പാതയുടെ സമാന്തരമായിട്ട് ഈ ആന്തരികമായിട്ടുള്ളൊരു വലിയ യാത്രയും അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു. അതെല്ലാം തന്നെ അദ്ദേഹം വലിയ രീതിയിൽ മലയാള ഭാഷയെ സമ്പന്നമാക്കിക്കൊണ്ട്, മലയാള സാഹിത്യത്തെ സമ്പന്നമാക്കിക്കൊണ്ട് അത് ആവിഷ്കരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ചാവറയച്ചൻ്റെ സംഭാവനകൾ നമ്മളെ അതിശയിപ്പിക്കുന്ന കാര്യമാണ്. ഒരു അതിശയ വ്യക്തിത്വമാണ് അദ്ദേഹം. ഓരോ കാര്യങ്ങളെയും എടുത്ത് പറയാൻ ഞാൻ ശ്രമിക്കുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ ആധുനികതയെ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ആധുനികതയുടെ ശില്പി എന്ന് തന്നെ അദ്ദേഹത്തെ പറയേണ്ടി വരും. കാരണം ഒരു സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്
അതാണ് ഒരു ആധുനികതയുടെ ഒരു ഘടകം. ഒരു സമൂഹം ഒരു സിവിൽ സൊസൈറ്റി ആവുക, ഒരു പൗര സമൂഹമായിട്ട് മാറുക എന്നുള്ളൊരു കാര്യമാണ്. അതായത് ജാതിയുടെയോ മതത്തിൻ്റെയോ അങ്ങനെയുള്ളതായ കെട്ടുപാടുകളൊന്നുമില്ലാതെ സ്വതന്ത്രമായിട്ടുള്ള ഒരു സമൂഹത്തിലേക്ക് വളരുന്നത് സിവിൽ സൊസൈറ്റിയായി മാറുമ്പോഴാണ്. അങ്ങനെ ഒരു മതേതര സമൂഹത്തെ സങ്കല്പിക്കുവാനും കേരളത്തിൻ്റെ ആധുനികതയെ രൂപപ്പെടുത്തിയെടുക്കാനും ചാവറയച്ചന് സാധിച്ചു. ഇങ്ങനെ അജ്ഞതകളിൽ ജീവിച്ചൊരു സമൂഹത്തെ ഒരു നോളജ് സൊസൈറ്റി ആയിട്ട് അദ്ദേഹം മാറ്റി എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഒരു നോളജ് സൊസൈറ്റി അത് ചെറിയൊരു കാര്യമല്ല. ഒരു പ്രബുദ്ധതയുടെ അറിവിൻ്റെ ഒരു സമൂഹമായിട്ട് അതിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും ഇരുണ്ട കാലഘട്ടത്തിൽ ആണ് ഇതെല്ലാം സംഭവിച്ചത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ അത്ഭുതകരമായ കാര്യം. ഇപ്പോൾ ചാവറയച്ചനെക്കുറിച്ച് എത്ര വേണമെങ്കിലും അദ്ദേഹത്തിലൂടെ നമുക്ക് പല കാര്യങ്ങളും വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഇങ്ങനെ 155 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി വിട്ടുപോയ ചാവറയച്ചൻ ഇന്ന് മടങ്ങി വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഈ നവോത്ഥാനം എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ കേരളം അതിവേഗത്തിൽ പിന്തിരിഞ്ഞോടിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. നവോത്ഥാനത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നൊരു സമൂഹമാണ് കേരളം. സ്നേഹശൂന്യതയുടെ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, നുണകളുടെ ഒരു സമൂഹമായിട്ട് കേരളം മാറിക്കഴിഞ്ഞു. ഒരു ക്രിമിനൽ സമൂഹമായിട്ട് കേരളം മാറിയെന്ന് നമുക്ക് അടുത്ത കാലങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയേറെ കുറ്റകൃത്യങ്ങൾ, നമ്മളെയൊക്കെ അത്രമാത്രം ആശങ്കപ്പെടുത്തുന്ന എത്രയെത്രയോ കാര്യങ്ങളാണ് ഓരോ ദിവസവും ഇവിടെ ക്രിമിനലായിട്ട് സംഭവിച്ചുകൊണ്ട് ഒരു ക്രിമിനൽ സമൂഹമായിട്ട് കേരളം മാറിക്കഴിഞ്ഞു. അതേപോലെ തന്നെ പണാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പല വിധത്തിലുള്ളതായ പ്രശ്നം, ഇതെല്ലാം കൂടി ചേർന്ന് ഞാനതിനെ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. തീർച്ചയായിട്ടും നമ്മുടെ ഈ സമൂഹം അന്ന് 19-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച് 20-ാം നൂറ്റാണ്ടിൽ നാരായണ ഗുരുവിലൂടെയൊക്കെ വളർന്നു വന്ന ആ നവോത്ഥാന പ്രസ്ഥാനത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതായ ഒരു കാര്യം കൂടി നമ്മളിവിടെ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പഴയ കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ എന്ന് പറയുന്നത് വർത്തമാനകാലത്തെ നേരിടുവാൻ വേണ്ടിയിട്ടുള്ളൊരു ഊർജം നൽകുന്ന ഒരു കാര്യമാണ് സത്യത്തിൽ. അല്ലാതെ നമ്മൾക്കിപ്പോൾ നമ്മൾ ചാവറയച്ചനെ തൊട്ടുമുത്തുക എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു പെട്ടിക്കകത്ത് വെച്ച് അങ്ങനെ തൊട്ടുമുത്തുകയാണ് ചെയ്യുന്നത്, വെറുതെ ഇങ്ങനെ ആരാധിക്കുകയാണ്. പക്ഷെ അതല്ല, അത്രയും ചലനാത്മകമായിട്ടുള്ള വ്യക്തിത്വം, ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതം, നമ്മളെ ആകെ ത്രസിപ്പിക്കുന്ന ഒരു വ്യക്തിത്വം ആണ് ചാവറയച്ചൻ ചെയ്തത്. അതിങ്ങനെ തൊട്ടുമുത്തി അവസാനിപ്പിക്കേണ്ട ഒരു വിഗ്രഹമല്ല ചാവറയച്ചൻ എന്നുള്ളതാണ് സത്യം. അദ്ദേഹം സത്യത്തിൽ ഇന്ന് കടന്നു വരികയാണെങ്കിൽ അദ്ദേഹം അന്ന് ചെയ്ത പ്രവൃത്തികളുടെ ഒരു പരാജയങ്ങൾ അദ്ദേഹത്തെ വളരെയേറെ വേദനിപ്പിക്കാനിടയുണ്ട്. ഞാൻ പലപ്പോഴും സങ്കല്പിച്ചിട്ടുണ്ട്, ഒരു പരാജിതനായ ചാവറയച്ചൻ എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹം അന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ പുതിയ കാലഘട്ടത്തിൽ അതൊന്നും പ്രാവർത്തികമാകുന്നില്ല. അതിൽ നിന്നെല്ലാം നമ്മൾ പിന്തിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള ദുസ്സഹമായിട്ടുള്ള മറ്റൊരു സാഹചര്യം കൂടി ചാവറ ചിന്തകളിൽ നിലനിൽക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എനിക്ക് തന്ന സമയത്തേക്കാൾ കുറച്ചുകൂടി കൂടുതൽ സമയം ഞാൻ ഇവിടെ അത് ചെലവഴിച്ചു. അതിനെ ക്ഷമ ചോദിക്കുകയാണ്. എന്തായാലും ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കൂട്ടായ്മ, സ്നേഹത്തിൻ്റെ സന്തോഷം എന്നതിനെ വിശേഷിപ്പിക്കാം. സ്നേഹത്തിൻ്റെ സന്തോഷമാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരിലും കൂടെ ഇവിടെ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഈ ദിവസത്തിൻ്റെ ഈ മനോഹരമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് എല്ലാവിധത്തിലുള്ള ആശംസകൾ നേർന്നുകൊണ്ട് ഈ സംഗമം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം.